അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെൻറ്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെൻറ്റുകൾ. കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെൻറ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെൻറ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. അതിപ്പോൾ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. തീർച്ചയായിട്ടും. ഇത് മതി. ശരി. മതി. പിന്നെ പറയാം. ഇനി ഇദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. വി.ഡി. സതീശനാണ് കൂടുതൽ സംസാരിച്ചത്. പിണറായി വിജയൻ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരുമോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ കേരളത്തിന് വികസന പദ്ധതികൾ തുടർച്ചയാണ് വേണ്ടത്, സർക്കാരുകൾ തുടർച്ച എന്നുള്ളതാണ്. വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടെങ്കിൽ അതിൽ ചില തിരുത്തലുകൾ എന്നല്ലാതെ പദ്ധതികൾ നിർത്തിവെക്കുന്ന പരിപാടിയില്ല എന്നാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. ഏതായാലും ആ കൂടിക്കാഴ്ച 10-12 മിനിറ്റിൽ അധികം നീണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രീതിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ നിന്ന് വർത്താനം പറയുന്ന രീതി. പിണറായി വിജയനില്ല. വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ ഘട്ടത്തിലും ഓരോ നേതാക്കളെ കണ്ടിറങ്ങുമ്പോഴും പ്രതികരിക്കുന്നുണ്ട്. റഹീസ് ഒരു 10-15 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയാണ്. അതിനുശേഷം ഈ നേതാക്കൾ വന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയിൽ വി.ഡി. സതീശനാണ് കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചത്.